കാലങ്ങളേറെയായി കാത്തിരുന്നു, കണ്ണിമയ്ക്കാതെയവൾ കൽബിൻ്റെ കാവലാൾ. കാതങ്ങൾ താണ്ടിയ മാരനെത്തി, നെഞ്ചോടു ചേർത്ത കിനാക്കളുമായി കാലമുരുളുകയാണതിവേഗേന ഹൃദു. വേദങ്ങൾ കാണാൻ കണ്ണുകളില്ലാതെ മാസങ്ങൾ മാത്രകൾ പോലെ പ്രവാസിതൻ ജീവിതം കണ്ണുനീർ മുത്തുപോലെ. ഞാൻ തൊടിയിൽ കുഞ്ഞമ്മദ്, മധ്യസ്ഥൻ കുഞ്ഞമ്മദ് എന്ന് പറഞ്ഞാലേ നാട്ടുകാർക്കൊക്കെ അറിയൂ. എന്റെ മൂത്ത മോൻ ലത്തീഫ് ഗൾഫിൽ കാല് കുത്തി അന്ന് ഞാൻ നാട്ടിൽ പണിക്ക് പോക്ക് നിർത്തി. ഗൾഫുകാരന്റെ ബാപ്പ ഇപ്പോഴും പണിയെടുക്കാനോ? അത് അവനൊരു കുറച്ചലല്ലേ? ഇതാണ് ഗൾഫുകാരൻ അബ്ദുൽ ലത്തീഫ്. 10-16 കൊല്ലത്തോളമായി ഗൾഫിലാണ് പണി. മൂപ്പര് അധ്വാനത്തിന്റെ മുഴുവൻ പങ്കും തൻ്റെ പെങ്ങന്മാരെ കെട്ടിക്കാനും പഠിപ്പിക്കാനുമായി തീർത്തു. പെങ്ങന്മാരൊക്കെ കുട്ടികളും പുതിയാപ്പളയുമായിട്ട് സുഖമായിട്ട് ജീവിക്കണം. ബാപ്പയും ഉമ്മയും ഉമ്മൻ്റെ ഉമ്മയും ഇന്നും ലത്തീഫിൻ്റെ സംരക്ഷണത്തിലാണ്. പാപം ഈ ഗൾഫുകാരന് അള്ള കനിഞ്ഞു നൽകിയത് 3 പെൺമക്കളെയാണ്. പ്രസവിക്കാൻ മാത്രമല്ല ലത്തീഫിൻ്റെ കെട്ടിയോള് കുലുസു സാമർഥ്യം കാണിച്ചത്. ചുട്ടുപൊള്ളുന്ന വെയിലത്തും തണുത്തുറയുന്ന കൊടും തണുപ്പിനെയും വകവെക്കാതെ തൻ്റെ കെട്ടിയോൻ പണിയെടുത്ത് സമ്പാദിക്കുന്ന പൈസ നാട്ടിലേക്ക് അയച്ചാൽ അത് വേണ്ട വിധം കരുതലോടെ സൂക്ഷിച്ചതിൻ്റെ ഫലമാണ് ഈ ഗൾഫുകാരന് സ്വന്തമായി ഒരു കിടപ്പാടമുണ്ടായത്. അല്ലലില്ലാത്ത ജീവിതത്തിന് വേണ്ടി ഗൾഫിൽ പാടുപെടുമ്പോഴും 2-3 വർഷം കൂടുമ്പോൾ വീട് കിട്ടുന്ന 2 മാസത്തെ ലീവാണ് ലത്തീഫിന് കിട്ടുന്ന സുബർക്കം. നിങ്ങൾ ബേജാറാവണ്ട, നിങ്ങളെ മറന്നിട്ടുള്ള ഒരു കളി ഓൻ്റെ അടുത്തില്ല. എല്ലാരും പോയി കളിച്ചോളി. എല്ലാരും ചെല്ലി. മോളെ ചോറായിക്കണ്, കൂട്ടാൻ വെക്കാനൊന്നും കിട്ടിയില്ല. കൂട്ടാൻ വെക്കാനുള്ളത് ഞാൻ വാങ്ങിക്കൊണ്ട്. പൈസ വേണ്ടേ? വേണ്ട, പൈസ എന്റെ കയ്യിലുണ്ട്. ജീപ്പിന് കൊടുത്തതിന്റെ ബാക്കി. ഉമ്മ മുളകും മല്ലിയും പൊടിപ്പിക്കാൻ കൊടുത്തത് വാങ്ങിയിട്ടില്ല. ഉമ്മ അതൊന്ന് വാങ്ങിക്കൊണ്ടുവരി. ഞാൻ വാങ്ങിയിട്ട് വരാം. ഉത്സവ ഇങ്ങോട്ട് വാ. കുട്ടികളെവിടെ പോയി? കുട്ടികളെ കബീർ ഖാന്റെ വീട്ടിൽ TV കാണാൻ പോയതാ. എന്തേ ഇവിടെ TV ഇല്ലേ? ഇവിടുത്തെ കേബിള് കട്ടായിട്ട് ഒരാഴ്ചയായി. ഇതുവരെ ആരും വന്നു നോക്കിയിട്ട് പോലുമില്ല. ബാക്കിയുള്ളത് അവിടെ നിൽക്കട്ടെ, ഓരോരുത്തർക്ക് പിന്നെ കൊടുക്കാം.
മനമുരുളുകയാണതിവേഗേന ഹൃദു. വേദങ്ങൾ കാണാൻ കണ്ണുകളില്ലാതെ മാസങ്ങൾ മാത്രകൾ പോലെ പ്രവാസിതൻ ജീവിതം കണ്ണുനീർ മുത്തുപോലെ. ഉമ്മ നിങ്ങൾ അവിടെ ഇരുന്നോളി. ആ എടി ഈ അവിടെ ഇരുന്നോ. നീ എന്താ ഇവിടുത്തെ പണിക്കാരത്തിയാ? അനക്കും ഇവിടെ ഇരുന്നൂടെ? ആരെങ്കിലും ഒരാൾ വിളമ്പിത്തരാനുള്ളത് നല്ലതാ. എന്നും നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് വിളമ്പി തിന്നല്ലേ. നാട്ടിലെത്തിയാൽ ആ ശീലം ഒന്ന് മാറിക്കോട്ടെ. അത് നേരാ. എന്നും ഇതുപോലെ ഒന്നിച്ചിരുന്ന് ചോറുന്നണമെന്നാ എന്റെ ആഗ്രഹം. എന്റെ 3 മക്കളെയും കെട്ടിച്ചയച്ചിട്ട് വേണോ ഇനി നാട്ടിൽ തന്നെ തങ്ങാ. അതൊക്കെ പടച്ചോൻ സലാമത്താക്കി തരും. നമ്മളെ നാട്ടിലും മടിയന്മാരായ അറബികളെ പോലത്തെ ആൾക്കാരുണ്ടെങ്കിൽ ഈ ഗൾഫിലൊന്നും പോണ്ടെന്ന്. അത് നേരാ. മലയാളികൾ മടിയന്മാരായത് കൊണ്ടാണല്ലോ നമ്മളെ നാട്ടിൽ ബംഗാളികൾ കൂടിയത്. ഓർക്ക് ഇവിടെ ഗൾഫാ. പാപ്പ, നമുക്ക് നാളെ കപ്പാടി ബീച്ചിൽ പോണം. പോണോ? ആടോ, ഓല പൂജയല്ലേ, ഓലൊന്ന് കൊണ്ടേക്കോ. പോണം പാപ്പ. പോയേ, നമുക്ക് നാളെ പോട്ടോ. നാളെ തന്നെ പോകേ. അക്കോ, മോൻ പോയിക്കേ. ഞങ്ങൾ പോയി എന്നിട്ട് കളിക്കട്ടോ. മോൻ പോയിക്കട്ടോ. ഹലോ, വാലൈക്കും മുസ്സലാം. അതെ, ഞാനിങ്ങനെ ഒരു ടൂറൊക്കെ പോകാനുള്ള പരിപാടിയില്ല. ബീച്ചിലൊക്കെ ഒന്ന് പോണോ? നാളെ കേറണമെന്നോ? ഞാൻ വന്നിട്ട് 1.5 മാസമല്ലായിട്ടുള്ള റഫീക്ക. നിങ്ങൾ 2 മാസത്തെ ലീവല്ലേ എനിക്ക് തന്ന്? എന്നാ ശരി, ഞാൻ നാളെ തന്നെ കേൾക്കോളാം. നാളെ തന്നെ പോണെന്നാ പറയുന്നത്. നിങ്ങളെല്ലാരും ഇറങ്ങി മതി. നീ വാപ്പാന്റെ അടുത്ത വരത്തിന് പോകാം. ഒരു ദിവസം ഗൾഫ് പണിയെടുത്താൽ എത്ര പൈസ കിട്ടും? അതെന്തിനാ? എത്ര കിട്ടൂ? ഒരു 10-600 കിട്ടും. എനിക്ക് 200 റുപ്യ തരുമോ? 200? അതെ. ഞാനിപ്പ വരാം.
500 ഉപ്പാൻ്റെ ഒരു ദിവസത്തെ കൂലി. ഇന്നൊരു ദിവസം കൂടി ഇവിടെ നിന്ന് ഞമ്മക്കൊപ്പരം ചോറ് തിന്നാലോ, കളിക്കാലോ. മാറോടു ചേർത്ത കിനാക്കളൊക്കെയും പേമാരിയിൽ കുത്തിയൊലിച്ചു പോയോ. കണ്ണിൽ കിനാക്കൾ നിറച്ചവൾ വീണ്ടും കണ്ണീരിനാലെ വിട ചൊല്ലും നേരത്ത് ഉള്ളിൽ നിന്നാരോ ഉച്ചത്തിലോതുന്നു, പിൻവിളി വിളിക്കാതെ തിരിച്ചു പോകൂ. നാളെ കിനാവിൻ്റെ പൂമരം പൂക്കുന്ന നൽകിനാ പൊന്നിൽ നമുക്കുറങ്ങാം.